സ്റ്റുഡൻസ്, ഹിസ്റ്റോമൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 9ന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത് മൗര്യ രാജ്യം വരെയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഹാജനപദങ്ങൾ രൂപം കൊണ്ട പശ്ചാത്തലവും സാഹചര്യങ്ങളും പിന്നീട് മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക് വന്നത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ഇനി ഇതേ സമയം തന്നെ ഇതേ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖലയായിരുന്നു തെക്കു കിഴക്കൻ യൂറോപ്പിലെ ഗ്രീസ്. ഒരു കാലഘട്ടത്തിൽ ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്ക് വേണ്ടിയും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവ നഗരരാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ജനങ്ങൾ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഒന്നിച്ചു നിന്നു. അവ എന്തെന്നറിയപ്പെട്ടു? നഗരരാഷ്ട്രങ്ങൾ. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം എന്ന് പറയുന്നത്. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്തു? അതിർത്തി നൽകി. അതായത് നേച്ചർ എന്ത് ചെയ്തു? അവർക്കൊരു അതിർത്തി സമ്മാനിച്ചു. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. അപ്പോൾ ഈ ഒരു നഗരരാഷ്ട്രങ്ങൾ തലസ്ഥാനം എപ്പോഴും ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബസ് എന്നിവയായിരുന്നു ഗ്രീക്കിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഏതൻസ്, സ്പാർട്ട, കൊറിന്ത് ആൻഡ് തീബസ്. ഇനി മറ്റൊരു പ്രത്യേകത, അതായത് ഏതൻസിനെ കുറിച്ചാണ്. ഏതൻസ് എന്ന നഗരരാഷ്ട്രത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീസിലെ ഏതൻസിലെ ഇന്നത്തെ മോഡേൺ ആധുനിക ഡെമോക്രസി, ജനാധിപത്യത്തോട് സാമീപ്യമുള്ള ഒരു ഭരണ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് ഈ ഒരു നഗരരാഷ്ട്രത്തെ മറ്റു നഗരരാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നു. അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ഈ പൗരന്മാർ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങൾ തീരുമാനം എടുത്തിരുന്നത്. ഇതിനാൽ വർഷത്തിൽ 4 തവണ എന്ത് ചെയ്തു? ഇവർ യോഗം ചെയ്തിരുന്നു. പക്ഷെ അതേസമയം സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാര് എന്നിവരൊക്കെ എന്ത് ചെയ്തു? ഇതിൽ നിന്ന്, അതായത് വിദേശികൾ തുടങ്ങിയവരെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. കൂടാതെ തന്നെ മധ്യധരനാഴി, അതായത് മെഡിറ്ററേനിയൻ സീ, മധ്യധരനാഴി പ്രദേശത്തെ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? ഏതൻസിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഏതൻസ് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു നഗരരാഷ്ട്രമായിരുന്നു. കൂടാതെ കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രയിലും എക്സ്പേർട്ടായിട്ടുള്ള നല്ല കഴിവുള്ള നിരവധി പേർ ഏതൻസിൽ ഉണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച് ഇവർ എന്ത് ചെയ്തു? പുത്തൻ ആശയങ്ങളും നൈപുണ്യങ്ങളും ചെയ്തു. പുതിയ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകർ ഏതൻസിലേക്ക് ആകർഷിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ചിന്തകർ എന്ത് ചെയ്തു? ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇങ്ങനെ ആകർഷിക്കപ്പെട്ടവരെ പറയുന്ന പേരാണ് സോഫിസ്റ്റുകൾ. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ഹെറോഡോട്ടസ്. അപ്പോൾ ചരിത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന ആരാണ്? ഹെറോഡോട്ടസ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഏതൻസിലെ ഈ ഒരു ആശയങ്ങൾ ആകർഷിക്കപ്പെട്ട ഒരാളായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഫ്ലോർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് BC 6-ാം നൂറ്റാണ്ട് ഭൗതിക രംഗത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആശയധാരയിലെ മാറ്റം. വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ഉയർന്നു വന്നത്. ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം. പിന്നെ രാഷ്ട്രീയ രൂപകരണം. പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദം. ഏതൊക്കെയായിരുന്നു? BC 6-ാം നൂറ്റാണ്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദം. ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗമാണ്. അതെന്തിലേക്ക് നയിച്ചു? കാർഷിക പുരോഗതിയിലേക്ക്, മിച്ച ഉൽപാദനത്തിലേക്ക്, കച്ചവടത്തിലേക്ക്, നഗരങ്ങളുടെ വളർച്ചയിലേക്ക്. ഇനി രാഷ്ട്ര രൂപീകരണം ഏതൊക്കെയാണ്? ജനപദങ്ങൾ, മഹാജനപദങ്ങൾ, മഗധ, മൗര്യരാജ്യം. ഇതേ സമയം തന്നെ മറ്റേത് രാഷ്ട്ര രൂപീകരണമാണ് നടന്നത്? ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ, അതായത് അലക്സാണ്ടറുടെ സാമ്രാജ്യം. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.